സ്വാഭാവികം. എന്നും ഈ സംഘടന TPMൻ്റെ ചങ്കിലെ ചോര തന്നെയാണ്. SDP മാതൃസംഘടന നിരോധിച്ചപ്പോഴും ബാക്കിയുള്ള അണികളൊക്കെ കടന്നുകൂടിയത് ഈ സംഘടനയിൽ തന്നെയാണ്. സ്വന്തം ചോര, അഭിമന്യു, നാൻപെറ്റ മകനേ എന്നുള്ള വിലാപം ഇപ്പോഴും ആ മാതാവിൻ്റെ നാവിൽ നിന്ന് തോർന്നിട്ടില്ല. അവരുടെ കണ്ണുനീരിപ്പോഴും തോർന്നിട്ടില്ല. അതിൻ്റെ പേരിൽ കുറേ കോടികൾ പിരിച്ചു, കുറച്ചവർക്ക് കൊടുത്തു, ബാക്കി അടിച്ചു മാറ്റി. രക്തസാക്ഷികൾ ഉണ്ടാക്കിയ ലാഭം, ജീവിച്ചിരുന്ന് മൈദ ഒട്ടിക്കുന്ന സഹാവായാലും പാർട്ടിക്ക് ലാഭം. എന്നാൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഒരാൾ ഈ സംഘടനയെക്കുറിച്ച് പറഞ്ഞത് കേരള ISIS ആണെന്ന്. അഭിമന്യുവിൻ്റെ വിചാരണ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ആ കുറ്റപത്രം പോലും കോടതിയിൽ നിന്ന് പോലും അപ്രത്യക്ഷമാക്കാൻ കഴിവുള്ള ശക്തികൾ ഫോട്ടോ കോപ്പി എടുത്താണ് പിന്നീട് അത് വിചാരണ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്ന് കേൾക്കുന്നു. അപ്പോൾ ഇവർ സഖ്യകക്ഷികളായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആദ്യം പഴയ സെക്രട്ടറി പറഞ്ഞ ഒന്ന് കേൾക്കാം. SDPI എന്ന് പറയുന്നത് ISISൻ്റെ ഇന്ത്യയുടെ മറ്റൊരു രൂപമാണ്. ISISൻ്റെ ആക്രമണം നടക്കുന്നത് മുസ്ലിമുകൾക്കെതിരായിട്ട് കൂടിയാണ്. SDPIയുടെ ആക്രമണം നടക്കുന്നത് മുസ്ലിമുകൾക്കെതിരായിട്ട് കൂടിയാണ്. ഇന്ത്യയിലെ മുസ്ലിമുകളുടെ ശത്രുവാണ് SDPI. കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളും സംഘടനകളുമൊക്കെ ഇതിനെ ശക്തമായി അപലപിച്ചുകൊണ്ട് രംഗത്തിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. SDPIയെ ഒറ്റപ്പെടുത്തക്ക വിധത്തിലുള്ള പൊതുജനാഭിപ്രായം കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നത് വളരെ പ്രതീക്ഷ നൽകുന്നൊരു കാര്യം. ഇനിയും ഇപ്പോഴത്തെ SDP അണി സംസാരിക്കുന്നത് കേൾക്കൂ. നേതാക്കന്മാരെല്ലാം CPMുമായിട്ട് അതിശക്തമായ ബന്ധമാണെന്നും CPMന് വോട്ട് കൊടുക്കണമെന്നും നേതാക്കൾ വന്ന് ഈ അണിയോടെ പറയുന്നതായിട്ടുള്ള ഇതാ ഓഡിയോ. SDP വിരുദ്ധ വാർഡ് പ്രസിഡന്റാണ്. CPMനോട് താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. എന്റെ പാർട്ടി പറഞ്ഞ് CPMന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് വോട്ട് ചെയ്യണം. താല്പര്യമൊന്നുമില്ല. അപ്പൊ SDP CPM ബന്ധം എന്നുള്ളത് സത്യമാണോ? ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഡീലുണ്ടെന്ന് ഡീലുണ്ടെന്ന് പറഞ്ഞാൽ ഡീലുണ്ടല്ലോ.